നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേർന്നു. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പട്ടികവർഗ മേഖലാ ക്യാമ്പ് കുറ്റിക്കോലിൽ നടന്നു. പഞ്ചായത്തിലെ വിവിധ കോളനികൾ സന്ദർശിച്ചു. മധൂർ പഞ്ചായത്തിലെ ശിരുബാഗലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച. ഡോക്ടർ D. വീരേന്ദ്ര ഹെഗഡെ ഉദ്ഘാടനം നിർവഹിക്കും. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ലീഡർ K. കരുണാകരന്റെ 13ാം ചരമവാർഷിക ദിനം. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ യോഗം നടത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തൃക്കരിപ്പൂർ പേക്കടം 2ാം വാർഡിൽപ്പെടുന്ന കോൺക്രീറ്റ് റോഡുകൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ഉത്സവമാക്കുകയാണ് ഏവരും. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേർന്നു. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് ദിനം കൂടി. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിൻ്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിൻ്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയുമായാണ് നാടെങ്ങും ക്രിസ്മസിനെ വരവേറ്റത്. ക്രിസ്മസ് ശുശ്രൂഷകൾക്കും കർമ്മങ്ങൾക്കും വൈദിക മേലധ്യക്ഷരും വൈദികരും നേതൃത്വം നൽകി. തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി നൂറുകണക്കിന് വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു. ബെത്തലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി ഉണ്ണിയേശു പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്തുമസ് ഗീതങ്ങളും പുണ്യരാവിന് വർണ്ണശോഭ നൽകി. ക്രിസ്മസ് കരോൾ ഗാന മത്സരങ്ങളും പുൽക്കൂടൊരുക്കൽ മത്സരങ്ങളും ഇത്തവണ നടന്നു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം കേക്ക് മുറിച്ച് വിതരണവും തുടർന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവാലയങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു. മലയോരത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഉണ്ണിയേശുവിൻ്റെ പിറവി കൊണ്ടാടി. കാസർഗോഡ് കോട്ടക്കണി സെൻറ്റ് ജോസഫ് പള്ളി, കരിവേടകം സെൻറ്റ് മേരീസ് ചർച്ച്, പടുപ്പ് സെൻറ്റ് ജോർജ് ചർച്ച്, വീട്ടിയാടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, കാസർഗോഡ് സെൻറ്റ് ജോസഫ് ചർച്ച്, ബേള വ്യാകുലമാതാ ദേവാലയം, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സെൻറ്റ് ഡോളേഴ്സ് ചർച്ച്, ഹൊസങ്കടി ദേലമ്പാടി ചർച്ചുകൾ, തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാളായ ക്രിസ്തുമസിൻ്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധ ബലിയും കേക്ക് മുറിക്കലും കലാപരിപാടികളും നടന്നു. ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാളായ ക്രിസ്തുമസിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം പങ്കുകൊണ്ടു. വിശുദ്ധ ബലിയും കേക്ക് മുറിക്കലും ഉൾപ്പെടെയുള്ള നിരവധി ചടങ്ങുകൾ നടന്നു.
തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്കും മറ്റ് തിരുകർമ്മങ്ങൾക്കും ഫാദർ ജോളി അൽഫോൺസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വർഗ്ഗത്തിലെ പ്രഭാവം ഭൂമിയിൽ ദീപ്തിയായി വന്നതിന്റെ ഓർമ്മ പ്രവാചക വചനങ്ങളുടെ പൂർത്തീകരണം പോലെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു. ക്രിസ്തുവാകുന്ന പ്രകാശം ഈ ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനായി അന്ധകാര നാരകീയ ശക്തികളിൽ നിന്ന് വീണ്ടും സ്വർഗീയ മഹത്വത്തിലേക്ക്, സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ദൈവമക്കളെ കൈപിടിച്ചു നിർത്തുവാനായി ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിന്റെ ഓർമ്മയാണ് ഓരോ തിരുപ്പിറവിയും ആഘോഷവും. ഉണ്ണീശോയുടെ രൂപം പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് മധുരം വിളമ്പി. യുവജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പാതിരാ കുർബാനയ്ക്ക് മുന്നോടിയായി ക്രിസ്തുമസ് കരോൾ ഗാന മത്സരവും നടന്നു. ക്യാഷ് അവാർഡുകൾക്കായി നടന്ന ഗാന മത്സരത്തിൽ സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റ് ടീം 1-ാം സ്ഥാനം നേടി. സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് ടീം 2-ാം സ്ഥാനവും ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റ് 3-ാം സ്ഥാനവും നേടി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആഘോഷത്തിൻ്റെ നിറവിൽ 3-ാം ക്ലാസ്സുകാരൻ ഭുവന്റെ വീട്ടിലും ക്രിസ്മസ് ചെങ്ങാതിമാർ എത്തി. ക്രിസ്മസ് അപ്പൂപ്പനൊപ്പം ഭുവനും കുടുംബവും മധുരം നുകർന്നപ്പോൾ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി അത് മാറി. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്കൂളിലെത്തുവാൻ പറ്റാത്ത ഭുവന്റെ മനോഹരമായ ക്രിസ്മസ് ആഘോഷം കാണാം. മഞ്ചേശ്വരം സമഗ്ര ശിക്ഷ കേരള BRCയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം പരിപാടിയുടെ ഭാഗമായാണ് ഭുവന്റെ വീട്ടിലേക്ക് ചങ്ങാതിക്കൂട്ടം എത്തിയത്. ബംബ്രാണ GLP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭുവൻ. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്കൂളിലെത്തുവാൻ പറ്റാത്ത ഭുവന്റെ വീട്ടിലേക്കാണ് 3-ാം ക്ലാസ്സിലെ സഹപാഠികളും അധ്യാപകരും BRC അംഗങ്ങളും എത്തിയത്. പരിപാടിയുടെ ഭാഗമായി ക്രിസ്മസ് കരോൾ, കലാപരിപാടികൾ, സമ്മാന വിതരണം, മധുരപലഹാര വിതരണം എന്നിവ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മോഹന നിർവഹിച്ചു. സ്കൂളിലെ HM സത്യപ്രകാശ്, BRC മഞ്ചേശ്വരം BPC വിജയകുമാർ, ട്രെയിനർ ജോയ് G, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റീമ, ജെസിന്തോ മൊന്തേരോ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പട്ടികവർഗ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പട്ടികവർഗ മേഖലാ ക്യാമ്പ് കുറ്റിക്കോലിൽ നടന്നു. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗവും ചേർന്നു. പട്ടികവർഗ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പട്ടികവർഗ മേഖലാ ക്യാമ്പ് കുറ്റിക്കോലിൽ നടന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുന്നതിനാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ സങ്കേതത്തിലെ മാണിമൂല, നരമ്പിലക്കണ്ടം, മാനടുക്കം എന്നീ കോളനികളിലെ വീടുകൾ വനിതാ കമ്മീഷൻ സന്ദർശിച്ചു. പട്ടികവർഗ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗവും ചേർന്നു. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി സമിതി ഓഡിറ്റോറിയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. സമൂഹത്തിലെ സാധ്യതകളും ആനുകൂല്യങ്ങളും വിനിയോഗിച്ച് ജീവിതത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പറഞ്ഞു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കണം. സ്കൂളുകളിൽ ഭക്ഷണവും പഠന സൗകര്യങ്ങളും ഉൾപ്പെടെ മികച്ച വിദ്യാഭ്യാസ സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ചേർന്ന് വനിതാ കമ്മീഷൻ നൽകുന്ന സേവനങ്ങളെയും സഹായങ്ങളെയും കുറിച്ച് അംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിന് ചർച്ച നടത്തണം. കുട്ടിയുടെ പിതൃത്വം നിഷേധിക്കപ്പെട്ടാൽ അത് തെളിയിക്കുന്നതിനുള്ള DNA ടെസ്റ്റ് ചെയ്യാനുള്ള സഹായം വനിതാ കമ്മീഷൻ നൽകും. സ്ത്രീകൾ പിന്നോക്കം പോയാൽ സമൂഹമാകെ പിന്നോക്കം പോകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ, അഡ്വക്കേറ്റ് VR മഹിളാമണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശോഭനാകുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷമീർ കുമ്പക്കോട്, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ VK അരവിന്ദൻ, മെമ്പർമാരായ P മാധവൻ, K കുഞ്ഞിരാമൻ, അശ്വതി അജികുമാർ, KR വേണു, ശാന്ത പയ്യങ്ങാനം, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ N ദിവ്യ എന്നിവർ സംസാരിച്ചു.
ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ വീരേന്ദ്രകുമാർ, എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ NG രഘുനാഥൻ എന്നിവർ ക്ലാസുകൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ പഞ്ചായത്തിലെ ശിരിബാഗുലുവിൽ സ്ഥാപിച്ച ശിരിബാഗുലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. ധർമ്മസ്ഥല ധർമാധികാരി പത്മവിഭൂഷൺ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗഡെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യക്ഷഗാന കലയുടെ സർവ്വതോന്മുഖമായ പരിപോഷണം ലക്ഷ്യമാക്കിയാണ് ശിരിബാഗുലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ സ്ഥാപിച്ചത്. 2.25 കോടി രൂപ ചെലവിൽ 3 നിലകളിലായാണ് പ്രമുഖ യക്ഷഗാന ഗവേഷകനും പരിപോഷകനും ഗ്രന്ഥകാരനുമായ ശിരിബാഗുലു വെങ്കപ്പയ്യയുടെ സ്മരണയ്ക്കായി രൂപവൽക്കരിച്ച ട്രസ്റ്റ് യക്ഷഗാന മ്യൂസിയം നിർമ്മിച്ചത്. 26-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ധർമ്മസ്ഥല ധർമാധികാരി പത്മവിഭൂഷൺ ഡോക്ടർ D. വീരേന്ദ്ര ഹെഗഡെ ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ಅಧ್ಯಕ್ಷത ವಹಿക്കും. ವಿಷಯಗಳ ಒಂದು ಉದ್ಘಾಟನೆ ಮತ್ತು ಲೋಕಾರ್ಪಣೆ ಇದೇ ಬರುವ 26ನೇ ತಾರೀಕಿಗೆ ಶ್ರೀಬಾಗಿಲಿನಲ್ಲಿ ಜರಗಲಿಕ್ಕಿದೆ. ಧರ್ಮಸ್ಥಳ ಕ್ಷೇತ್ರದ ಧರ್ಮಾಧಿಕಾರಿಗಳಾದ ಡಾಕ್ಟರ್ D. ವೀರೇಂದ್ರ ಹೆಗಡೆಯವರು ಇದನ್ನು ಲೋಕಾರ್ಪಣೆ ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. ಹಾಗೆ ಪರಮಪೂಜ್ಯ ಅತಿವರ್ಯರುಗಳು ಶ್ರೀ ಸಚ್ಚಿದಾನಂದ ಭಾರತ ಶ್ರೀಪಾದಂಗಳವರು, ಮಾಣಿಲ ಶ್ರೀಧಾಮದ ಶ್ರೀ ಮೋಹನದಾಸ್ ಪರಮ ಸ್ವಾಮೀಜಿಯವರು, ಹಾಗೆ ಕೊಂಡೇವರು ಕ್ಷೇತ್ರದ ಸ್ವಾಮೀಜಿಗಳು ಭಾಗವಹಿಸಲಿಕ್ಕಿದ್ದಾರೆ. ನಮ್ಮ ಕಾಸರಗೋಡಿನ ಜನಪ್ರಿಯ MPಗಳು ಮತ್ತು ಕರ್ನಾಟಕ ಹಾಗೂ ಕೇರಳದ ಎಲ್ಲ ಶಾಸಕರುಗಳು ಮತ್ತು ಉದ್ಯಮ ಭಾಗಗಳಲ್ಲಿ ಇದ್ದುಕೊಂಡು ನಮಗೆ ಸಹಕಾರವನ್ನು ಇಟ್ಟಂತಹ ಅನೇಕ ಮಂದಿ ಉದ್ಯಮಿಗಳು ಮತ್ತು ಮಿತ್ರರು, ಬಂಧು ಮಿತ್ರರು ಎಲ್ಲ ಇದರಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕಿದ್ದಾರೆ. മറയലാക മഹാനുഭാവരു, സരികന്നഡ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം, ധർമ്മസ്ഥല മേളത്തിൻ്റെ നന്ദിനി യക്ഷഗാനം എന്നിവയും ഉദ്ഘാടന ഭാഗമായി ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും കാസർഗോഡ് സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘടനയിലൂടെ ശക്തരാകുക, നമ്മുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പൊരുതുക. വിശ്വകർമ്മജർ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംഘടിതമായ ശക്തി കേരളം ആര് ഭരിച്ചാലും അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ. സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ ഇനി കാര്യങ്ങൾ നേടാൻ പറ്റും. അതിന് സംഘടിതമായ ശക്തി വേണം. ആ ശക്തി ആർജിക്കണമെങ്കിൽ പരസ്പര വൈരങ്ങൾ കളഞ്ഞ് മാനസികമായ ഐക്യവും യോജിപ്പും ഉണ്ടാകും. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CK അമ്പി അധ്യക്ഷത വഹിച്ചു. ദേശീയ പ്രസിഡന്റ് M. സീതാരാമ ആചാര്യ, ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ, നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് ശശി പാക്കര, ഉമേശനാചാരി, രാഘവൻ തൊടുവയൽ, വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് വാസന്തി J. ആചാര്യ, MC രവീന്ദ്രൻ, ചന്ദ്രൻ ആർട്ടിസ്റ്റ്, KK ബാലൻ, സജീവൻ ഗോപാലകൃഷ്ണൻ, ഗീതാജി തോപ്പിൽ, നിഷ ചന്ദ്രൻ, PK വിജയൻ, ശ്യാമള സൂര്യൻ, വിജയരാജൻ, AK രാമകൃഷ്ണൻ, ജയരാമൻ കുണ്ടംകുഴി, രാജൻ മന്നിപ്പാടി, വാമന ആചാര്യ, VK ഉപേന്ദ്രൻ ആചാരി, ഓമന അമ്പി, ജില്ലാ സെക്രട്ടറി പുരുഷോത്തമ ആചാര്യ, വിഷ്ണു ആചാര്യ എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി CK അമ്പിയെയും ജനറൽ സെക്രട്ടറിയായി ശ്യാമള സൂര്യനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഔഫ് അബ്ദുൽ റഹ്മാൻ രക്തസാക്ഷി ദിനം വളണ്ടിയർ മാർച്ചും പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ ഔഫ് അബ്ദുൾ റഹ്മാന്റെ രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ മാർച്ചും പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. മുറിയനാവിയിൽ നിന്നും ബാൻഡ് മേളത്തിന്റെയും വളണ്ടിയർ മാർച്ചിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം ഔഫ് അബ്ദുറഹ്മാൻ നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ ഡിവൈഎഫ്ഐയെ കുറിച്ച് പറയുക സമര സംഘടന എന്നുള്ള നിലക്കാ പൊതുവെ. ഈ നാട്ടിൽ ആരോടും ചോദിച്ചാൽ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ ഒരു സമര സംഘടനയാണ് എന്ന് പറയും. സമരം ചെയ്യുന്നവരുടെ സംഘടന, പോരാട്ടം നടത്തുന്നവരുടെ സംഘടന. എന്നാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് അവരുടെ വീടിനടുത്തുള്ള ഒരു
എന്തിനും തയ്യാറായ സന്നദ്ധ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞനുജന്മാരുടെ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് ഇന്ന് കേരളം പറയുന്നു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി രജേഷ് വെള്ളാട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ്, അനീഷ് കുറുമ്പാലം, അമ്പിളി വി പി, ഹരിത എൻ വി ബാലൻ, ഫൗസിയ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി വി ഗണേഷ് സ്വാഗതം പറഞ്ഞു. കർഷകശ്രീ പാൽ കുടുംബ സംഗമം ഡിസംബർ 29 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷകശ്രീ പാൽ കുടുംബ സംഗമം ഡിസംബർ 29 വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. കർഷകശ്രീ പാൽ വ്യാപാരികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉപഭോക്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. സംഗമത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കും. സ്കൂൾ തലത്തിലും ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിലും കലാകായിക വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഗമം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു 25ഓളം ആൾക്കാരെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. കൂടാതെ 40ഓളം വ്യാപാരികൾ, കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഞ്ചേശ്വരം മുതൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം വരെയുള്ള 40ഓളം വ്യാപാരികളെയും, അതേപോലെ ഏകദേശം ഒരു 50ഓളം സ്കൂൾ വിദ്യാർത്ഥികളെയും, അതായത് ഈ അടുത്ത ദിവസം കാറടുക്കയിൽ വെച്ച് ജില്ലാ കലോത്സവം കഴിഞ്ഞതാണ്, അതിൽ സ്റ്റേറ്റ് ലെവലിലേക്ക് എടുത്ത കുട്ടികളെയും, അതേപോലെ സ്പോർട്സ്, സയൻസ് ഫെയർ, അതേപോലെ കലാകായികപരമായിട്ടുള്ള എല്ലാ പരിപാടികളും നാഷണൽ ലെവലിൽ വരെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പോയിട്ടുണ്ട്. അവരെ ചില സ്കൂളുകൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ ലിസ്റ്റുകൾ ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. അവരെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. പിന്നെ ചില പ്രദർശനങ്ങളും അവിടെ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഡിസംബർ 29 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിക്കുന്നു. കർഷകശ്രീ ഡയറക്ടർ E. അബ്ദുള്ള കുഞ്ഞി, നാസർ കാട്ടുകൊച്ചി, ഇബ്രാഹിം മസൂദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തൃക്കരിപ്പൂർ പേക്കളം 2-ാം വാർഡിൽപ്പെടുന്ന 2 കോൺക്രീറ്റ് റോഡുകൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തി 3 മീറ്റർ വീതിയിൽ നിർമ്മിച്ച 2 റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത്. പേക്കടം 2-ാം വാർഡിലെ എലൈറ്റ് കോൺക്രീറ്റ് റോഡും പേക്കടം വടക്കുമുറിയിൽ പെരിയോത്ത് വയൽ റോഡും 200 മീറ്റർ വീതം നീളത്തിലാണ് നിർമ്മാണം പൂർത്തിയായത്. 2 റോഡുകൾക്കുമായി 14 ലക്ഷത്തിൽ പരം രൂപ ചിലവിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പേക്കടം വാർഡിലെ 2 പ്രധാന റോഡുകളാണ് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഒന്ന് വടക്കമുറിയിൽ റോഡും രണ്ടാമത് എലൈറ്റ് റോഡും. കാലാകാലങ്ങളായി ഇവിടെ ഈ റോഡ് പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, നമുക്കെല്ലാവർക്കും ഒരേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ റോഡുകൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഈ 2 റോഡുകൾ പൂർത്തിയാക്കി ഇന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2-ാം വാർഡംഗം M ഷൈമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, VPP ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് അംഗം E ശശിധരൻ, ജയരാജ് പേക്കടം, N സുകുമാരൻ, BM അനിൽകുമാർ, UPT ബഷീർ, കുടുംബശ്രീ CDS അംഗം P പ്രേമലത, തൊഴിലുറപ്പ് മേറ്റുമാരായ MK രതി, P ബീന എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം ചേർന്നു. അനുമോദന സദസ്സും ഒരുക്കി. കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും SSLC മുതൽ ഡോക്ടറേറ്റ് വരെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി. ജനാധിപത്യ സഹകരണവേദി ജില്ലാ ചെയർമാൻ K നീലകണ്ഠൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സഹസ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ശ്രീ മേലത്തിനെ പോലുള്ള, ശ്രീ തച്ചടി പ്രഭാകരനെ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ
ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM, ആ CPMന്റെ പാർട്ടി ഈ സഹകരണ മേഖലയെ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ആക്കി മാറ്റി എന്നുള്ളൊരു തെളിവാണ് ഇന്ന് കേരളത്തിൽ നടന്ന ഓരോ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സൊസൈറ്റി പ്രസിഡന്റ് അലോഷ്യസ് ജോർജ് അധ്യക്ഷനായി. KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരിജ +2 വിദ്യാർത്ഥികളെയും ഹോസ്ദുർഗ് AEO P ഗംഗാധരൻ SSLC വിദ്യാർത്ഥികളെയും KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി TK എവുജൻ ബിരുദ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും സമ്മാനിച്ചു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് K സുരേന്ദ്രൻ, സെക്രട്ടറി CE ജയൻ, KPSTA മുൻ സംസ്ഥാന സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, മുൻ പ്രസിഡന്റ് KP മുരളീധരൻ, KPSTA ജില്ലാ സെക്രട്ടറി K ശ്രീനിവാസൻ, ജോർജ് കുട്ടി ജോസഫ്, ഡയറക്ടർമാരായ CK വേണു, PK വിജേഷ്, പ്രഭാവതി, ബെന്നി, ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ ലീഡർ K കരുണാകരന്റെ 13ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും K കരുണാകരൻ അനുസ്മരണ യോഗവും നടത്തി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ ലീഡർ K കരുണാകരന്റെ 13ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും K കരുണാകരൻ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഏത് പ്രയാസം അനുഭവിക്കുന്ന പ്രവർത്തകന്മാരെയും നെഞ്ചോട് ചേർത്ത് മുമ്പോട്ട് പോയ നേതാവാണ് കോൺഗ്രസിന്റെ കേരളം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സംഭാവന ചെയ്തിരുന്ന വലിയ നേതാവായിരുന്നു ലീഡർ. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിലേക്ക് പോയ ഒട്ടനവധി നേതാക്കന്മാർ, ഇന്ന് കേരളത്തിലെ മിക്ക നേതാക്കന്മാരും ലീഡർ വളർത്തി മുമ്പോട്ട് വന്നവരായിരുന്നു. അതാണ് ലീഡർ. കൂടെയുള്ള എല്ലാ ആളുകളെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ പാർട്ടിയെ കേരളത്തിനകത്ത് ശക്തമാക്കി മുമ്പോട്ട് പോയ നേതാവാണ് ലീഡർ. DCC ജനറൽ സെക്രട്ടറി CV ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ PA അഷ്റഫ് അലി, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കുമാർ പള്ളയിൽ വീട്, കരുൺ താപ്പ, PV സുരേഷ്, കുഞ്ഞമ്പു നമ്പ്യാർ, MC പ്രഭാകരൻ, നേതാക്കളായ M രാജീവൻ നമ്പ്യാർ, T ഗോപിനാഥൻ നായർ, KV ഭക്തവത്സലൻ, R ഗംഗാധരൻ, A വാസുദേവൻ നായർ, സാജിദ് മവൽ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് മാടക്കാൽ, മനാഫ് നുള്ളിപ്പാടി, അബ്ദുൽ റസാഖ് ചെർക്കള, NA അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് സാജിദ് കമ്മാടം, C അശോക് കുമാർ, ശ്രീധരൻ നായർ ചൂരിത്തോട്, കാൻ പൈക്ക, M പുരുഷോത്തമൻ നായർ, ഹനീഫ ചേരങ്കൈ, കമലാക്ഷ സുവർണ, വട്ടേക്കാട് മുഹമ്മദ്, ഹരീന്ദ്രൻ ഇറക്കോട്, രാമചന്ദ്രൻ നായർ, ഉസ്മാൻ അണങ്കൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഡോക്ടർ അംബേദ്കർ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. തിരികെ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം പ്രശസ്ത സാഹിത്യകാരൻ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതമെന്തെന്ന് പഠിക്കുക എന്നതാണ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ആണിക്കല്ലെന്ന് പ്രശസ്ത സാഹിത്യകാരൻ CM വിനയചന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസം ഇന്ന് ജനകീയ സാംസ്കാരിക പ്രവർത്തനം കൂടിയായി മാറി. ഈ ജനകീയ പ്രക്രിയയിലൂടെ ജീവിത പാഠങ്ങൾ സ്വായത്തമാക്കണം. ആ രീതിയിൽ തന്നെ ഇടപെടണം. മാനവികത, സ്നേഹം, സൗഹൃദം, ജ്ഞാനം എന്നിവ ചോരാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരിയ ഡോക്ടർ അംബേദ്കർ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരികെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വിളക്ക് കൊളുത്തുന്ന പ്രവർത്തനമാണ്. നമ്മളിവിടെ തുടക്കം കുറിച്ചുകൊണ്ട് കൊളുത്തിയിട്ടുള്ള ഈ വിളക്കിൽ നിന്നും ഈ ലോകം, ഈ കാലം ഇന്ന് ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും പ്രകാശം എല്ലായിടത്തും പ്രസരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ R രാമസ്വാമി അധ്യക്ഷനായി. കോളേജ് ചെയർമാൻ മുജീബ് മെട്രോ മുഖ്യാതിഥിയായി പങ്കെടുത്തു. A വിപുല റാണി, E റാണി പത്മ, M അമ്പിളി, ജൂലിയറ്റ് ബിജു, ബിജിഷ, ശിവപ്രസാദ്, P യദുകൃഷ്ണ എന്നിവർ സംസാരിച്ചു. മടിയൻ ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു.
മടിയൻ ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സംഘാടക സമിതിയും കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഷീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി വർക്കിംഗ് ചെയർപേഴ്സൺ സി കുഞ്ഞാമന അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ, ബേക്കൽ AEO കെ അരവിന്ദ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ടി സുധാകരൻ മാസ്റ്റർ സ്വാഗതവും സ്നേഹജൻ മടിയൻ നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ പ്രദേശത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേർന്നു. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പട്ടികവർഗ മേഖലാ ക്യാമ്പ് കുറ്റിക്കോലിൽ നടന്നു. പഞ്ചായത്തിലെ വിവിധ കോളനികൾ സന്ദർശിച്ചു. മധൂർ പഞ്ചായത്തിലെ ശിരുബാഗലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച. ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗഡെ ഉദ്ഘാടനം നിർവഹിക്കും. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ലീഡർ കെ കരുണാകരന്റെ 13ാം ചരമവാർഷിക ദിനം. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ യോഗം നടത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തൃക്കരിപ്പൂർ പേക്കടം 2ാം വാർഡിൽപ്പെടുന്ന കോൺക്രീറ്റ് റോഡുകൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.